ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. നമ്മുടെ വീട്ടിലുള്ള റവ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി ബീറ്ററോ ഓവനോ അല്ലെങ്കിൽ കുക്കറോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും വേണ്ട. വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിൽ ഏത് പാത്രമാണോ ഉള്ളത് ആ ഒരു പാത്രത്തിനകത്ത് ഇതുപോലത്തെ ടീ കപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന വളരെ സോഫ്റ്റും സ്പഞ്ചും ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് റവ കേക്കാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്കിവിടെ 1 കപ്പോളം ഉള്ള റവ എടുക്കണം. ഞാനിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിൽ മേടിക്കുന്ന അതേ റവ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ മേടിക്കുന്ന റവ എപ്പോഴും തരി ആയിട്ടാണ് ഉണ്ടാവുക. നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല പൊടിയായിട്ടുള്ള റവയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. 1 കപ്പോളം വരുന്ന റവ ഇട്ടിട്ട് ഇതുപോലെ നല്ല പൊടിയായിട്ട് ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പൗഡറിലാണ് കിട്ടുക. ഒത്തിരി അങ്ങ് നമുക്ക് പൗഡറായി കിട്ടത്തില്ല കേട്ടോ, റവയാണ്. പക്ഷെ എന്നാലും ചെറുതായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു പൊടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിനകത്ത്, ഇതാണ് നമ്മുടെ മിക്സിംഗ് ബൗൾ, ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പോളം ഉള്ള തൈര് എടുത്തിട്ടുണ്ട്. തൈര് എടുക്കുമ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, മുന്നും റെസിപ്പി ഇട്ടപ്പോൾ പുളിയുള്ള തൈര് എടുക്കണോ പുളിയില്ലാത്ത തൈര് എടുക്കണമെന്ന്. അപ്പം എപ്പോഴും പുളി കുറവുള്ള തൈര് എടുക്കാനാണ് നോക്കേണ്ടത്. അതാണ് കുറച്ചും കൂടി രുചി കൂടുക. ഇപ്പോൾ പുളി കൂടുതലുള്ള തൈരാണോ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം അതിനനുസരിച്ച് ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ തൈര് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. അപ്പോൾ നല്ല കട്ട തൈരായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയെന്ന് മാത്രം. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പോളം ഉള്ള പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര മുഴുവനോട്, അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന രീതിയിലുള്ള പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കടിക്കാനൊക്കെ കിട്ടും. പ്രോപ്പറായിട്ട് അത് നമ്മുടെ കേക്കിലങ്ങ് അലിഞ്ഞ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പൊടിച്ച പഞ്ചസാര ചേർക്കാൻ നോക്കുക. അപ്പോൾ പൊടിച്ച പഞ്ചസാര 1/2 കപ്പോളം ഉള്ള പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് പൊടിച്ചെടുക്കുക. അതും കൂടെ ചേർത്ത് നമുക്കൊരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തൈര് ചേർക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഒരു നിർബന്ധമില്ല തൈര് ചേർക്കണം എന്ന്. തൈര് ചേർക്കാതെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് പകരം പാല് നിങ്ങൾ അതനുസരിച്ചൊന്ന് കൂടുതൽ ഒഴിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ തൈരും അതുപോലെ പൊടിച്ച പഞ്ചസാരയും നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പോളം ഉള്ള ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ 1/4 കപ്പ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്കൊരു 2-3 ടേബിൾ സ്പൂൺ ആണെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ ചേർക്കുന്നത് നമ്മുടെ കേക്ക് നല്ലതുപോലെ മോയിസ്റ്റ് ആവാനും സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/4 കപ്പ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ, അത് കുറയ്ക്കാം നിങ്ങൾക്ക്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം ഓയിൽ ഈ ഒരു തൈരിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത ആ ഒരു ബാറ്ററിനകത്ത് ഒഴിക്കുമ്പോഴത്തേക്കും ഇച്ചിരി പിരിഞ്ഞ പോലെ ആദ്യം തോന്നും. പക്ഷെ അത് കാര്യമാക്കണ്ട, നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ഒരു കൺസിസ്റ്റൻസി. കുറച്ചും കൂടെ തിക്കാവും നമ്മുടെ ബാറ്റർ, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന റവ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പക്ഷെ ഒരിക്കലും റവ നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാതിരിക്കാൻ നോക്കുക, കാരണം ഇതിനകത്ത് തരിതരികളൊക്കെ കാണും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയ്ക്കകത്തോട്ട് ഇതൊന്ന് അരിച്ച് ഇടാം. അപ്പോൾ ഞാൻ ഈ ഒരു പൊടിച്ച റവ നല്ലതുപോലെ അരിച്ചിട്ട് ഈ ബൗളിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്കർ വെച്ചിട്ടോ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തുള്ള നനവൊക്കെ നമ്മുടെ റവയിലൊന്ന് ആയി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതൊരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം. നമ്മളത് മാറ്റി വെക്കുന്നത് ഈ റവ ഈ നനവിലൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടും ഒന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു 15 മിനിറ്റോളം മാറ്റി വെക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിതിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ റവ ഒക്കെ നല്ലതുപോലെ കുതിർന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിനി ഇതൊരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് വരുത്തണമെന്നുള്ളത് കൊണ്ട് നമുക്കിതിനകത്ത് പാലാണ് ചേർക്കുന്നത്. ഇത് തിളപ്പിച്ച് ആറ്റിയ പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പാലിന് ഞാൻ കറക്റ്റ് ഒരു അളവ് പറയുന്നില്ല, നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്കാണ് വരുന്നത്. നമുക്ക് അത് ഓരോ റവയുടെ അനുസരിച്ചൊക്കെ മാറ്റം വരുമല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഒരു കേക്കിൻ്റെ ഒരു ബാറ്റർ ഞാൻ കാണിക്കാം, അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ വരും എന്നുള്ളത്. ആ ഒരു പാകം നമുക്ക് കിട്ടുന്നത് വരെ നമുക്ക് പാല് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കാം.
അപ്പോൾ ഞാൻ മിക്സ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു പാകം കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ പാകം ഇങ്ങനെയാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കണം. നമ്മളിതൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അടുത്തത് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്തിന് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതെന്ന്. ഇതൊക്കെ നമ്മുടെ കേക്ക് നല്ലതുപോലെ ഒന്ന് ഫ്ലഫി ആയിട്ട് നല്ലതുപോലെ പൊന്തി വരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് കേട്ടോ. ചില ആൾക്കാർ ബേക്കിംഗ് ഇതിൽ ഏതെങ്കിലും ഒന്നേ ചേർക്കാറുള്ളൂ, ചില ആൾക്കാർ 2ഉം ചേർക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കറിയാം. ഞാൻ പക്ഷേ സാധാരണ 2ഉം ചേർക്കാറുണ്ട്. 2ഉം ചേർക്കുമ്പോഴാണ് നല്ല കേക്കിൻ്റെ പോലെ നല്ല പഫി ആയിട്ടൊക്കെ വരത്തുള്ളൂ. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം ഉള്ള വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഫ്ലേവറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് തന്നെ വേണം എന്നൊരു നിർബന്ധമില്ല. ഇനിയിപ്പോൾ ഈ എസൻസുകളൊന്നും ഇല്ലയെന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട. എസൻസ് ഇല്ലാതെ ചേർത്തെന്നാൽ നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റിൽ തന്നെ വരും. ആ ഒരു ഫ്ലേവർ മാത്രം കിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ പാല് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം ഞാനിവിടെ ഇനി പാലൊന്നും ചേർക്കുന്നില്ല. ഇത് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ബാറ്റർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ടീ കപ്പിലാണ്. നമ്മൾ ചായയൊക്കെ കൊടുക്കുന്ന കപ്പിലാണ് ഉണ്ടാക്കുന്നത്. അത് ചില്ലിൻ്റെ ഗ്ലാസ് ആയിരിക്കുമല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും നമുക്ക് പറ്റത്തില്ല കേട്ടോ. നമുക്ക് ചില്ലിൻ്റേതായിട്ടുള്ള ഇതുപോലത്തെ ടീ കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും പാത്രം സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലത്തെ കപ്പിലാണ് എടുക്കുന്നത്. ഇതൊരു കുഞ്ഞ് കപ്പാണ്, വലിയ കപ്പൊന്നുമല്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ കപ്പൊക്കെ ഉണ്ടെങ്കിൽ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ഓയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബട്ടർ വെച്ചിട്ടോ നമുക്കിതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മൾ എന്ത് കേക്ക് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഏത് പാത്രത്തിൽ ഉണ്ടാക്കിയാലും ഗ്രീസ് ചെയ്യാൻ മറക്കരുത്. ഗ്രീസ് ചെയ്താലാണ് നമുക്ക് കേക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കേക്കിൽ ഈ ഒരു ഗ്ലാസ് കപ്പിനകത്ത് ഇതുപോലെ ഗ്രീസ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് റവ കൊണ്ട് ഉണ്ടാക്കിയ കേക്കാണെന്നൊന്നും പറയത്തില്ല കേട്ടോ. കഴിക്കുമ്പം അത്രയും സോഫ്റ്റും അത്രയും ടേസ്റ്റുമാണ്. ഇനി ഞാൻ ഈ കപ്പിനകത്തോട്ട് ഒരിക്കലും നമ്മൾ കേക്ക് ഒഴിക്കുമ്പോൾ കപ്പ് നിറച്ചൊഴിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അത് നിറച്ചൊഴിക്കരുത്. കാരണം ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡയും പൗഡറൊക്കെ ഇട്ടതുകൊണ്ട് ഇത് നല്ലതുപോലെ പൊന്തി വരും. അന്നേരം ഒത്തിരി സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്തോട്ട് അങ്ങ് ഓവർഫ്ലോ ആയിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കരുത്. എപ്പോഴും ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ ഒരു 1/2 ഭാഗം അത്രേ പാടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ഭാഗത്തിൽ ഞാനിതൊന്ന് ഫിൽ ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ഈ കപ്പുകളിലൊക്കെ 1/2 ഭാഗത്തോളം നിറച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. കാരണം ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. വളരെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ഇനി നിങ്ങൾക്കൊരു സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തും കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യേണ്ടതായിട്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഓവനോ അല്ലെങ്കിൽ കുക്കറോ ഒന്നും ഇല്ലാതെ ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പാത്രം, നിങ്ങളുടെ വീട്ടിൽ ഏത് പാത്രമാണുള്ളത് അങ്ങനത്തെ ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഇഡ്ലി ചെമ്പ് ഉണ്ടെങ്കിൽ ഇഡ്ലി ചെമ്പിനകത്താണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് ഒത്തിരി ഉപ്പൊന്നും ഇടേണ്ട. ഉപ്പിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളമുള്ള ഉപ്പിൻ്റെ പൊടി എടുത്ത് നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലത്തെ ഒരു കുഞ്ഞ് തട്ട്, അത് ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടികയാവാം, അല്ലെങ്കിൽ നമുക്ക് തട്ട് തന്നെ അങ്ങനെ മേടിക്കാൻ കിട്ടും, അതാവാം. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മളിതാ ഈ ഒരു നിറച്ച് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ നിറച്ച് വെച്ചിട്ടുള്ള കപ്പുകൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയിരിക്കാതിരിക്കാൻ നോക്കണം. അത് മുട്ടാതെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നമ്മൾ ഈ കേക്ക് ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു കപ്പ് ഇതിനകത്ത് വെക്കുന്നതിന് മുന്നേ 5 മിനിറ്റോളം നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതായത് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളം നമുക്ക് ഈ പാത്രം തനിച്ച് ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം. വളരെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് ഒരു 20 മിനിറ്റോളം നമുക്കിതിനകത്തൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നമ്മൾ നല്ലൊരു സ്പഞ്ച് കേക്കാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ കേക്കിൻ്റെ ടിന്നില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട, അല്ലെങ്കിൽ ഇത്രയും വലിയ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. കേക്കിൻ്റെ ടേസ്റ്റിന് ഒരു മാറ്റം വരത്തില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. നല്ല കുഞ്ഞ് കപ്പ് കേക്ക്
കേക്കുകളായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ റെഡിയാണ്, ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊരു ഓവനകത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം നമുക്കൊരു 8 മിനിറ്റോളം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ആദ്യം നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കൊരു 20 മിനിറ്റോളം വേണ്ടി വരുമായിരിക്കും. പക്ഷേ 20 മിനിറ്റ് തന്നെ ആയിരിക്കില്ല കേട്ടോ, ചിലപ്പോൾ ചിലത് കൂടുതൽ പെട്ടെന്നാവും, ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആവും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക ഓവൻ്റെ അകത്ത് എങ്ങനെയാണ് കറക്റ്റായി ആയോ എന്നുള്ളത്. ഞാനൊരു ഏകദേശം ഒരു സമയമാണ് പറഞ്ഞത് 20 മിനിറ്റ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഈ ഒരു ഓവന് ഇപ്പോൾ കുക്കറിനകത്തോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്താണോ നിങ്ങൾ ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റ് ഒക്കെ മതിയാവും. 15-20 മിനിറ്റ്, ഒരു 15 മിനിറ്റ് മുതൽ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം ഇതായോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായി മാറി വരാൻ തുടങ്ങും. അപ്പോൾ അത് കറക്റ്റായി അതിൻ്റെ ഒരു വേവ് അപ്പം അന്നേരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും, കാരണം ഇതിനകത്ത് നമ്മൾ ഓയിലും അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഗ്രീസ് ചെയ്യാൻ നിങ്ങൾ തേച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് കമത്തിയെടുക്കാം. ഇതാ നമ്മുടെ ആവി പറക്കുന്ന കേക്ക് ഇവിടെ റെഡിയാണ്. നല്ല ചൂടായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത്. നമുക്ക് കുറച്ച് നേരം കൂടെ ചൂടാറിയതിന് ശേഷം കഴിക്കാനാണ് നല്ലത്. എങ്കിൽ പോലും കേക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. ഞാൻ നോക്കിക്ക് ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് കണ്ടോ, വളരെ സോഫ്റ്റും വളരെ സ്പഞ്ചിയാണ്. ശരിക്കും ഒരു സ്പോഞ്ചിൻ്റെ പോലെ തന്നെയാണിത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന് ചിലപ്പോൾ സ്പഞ്ച് കേക്ക് എന്നൊക്കെ പറയുന്നത്. നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള 2 കപ്പും കൂടെ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള പാത്രങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ടീ കപ്പിലൊക്കെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക്. ഒരു അരമണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്കൊരു അരമണിക്കൂർ കിട്ടിയാൽ മതി. ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ച് ആയിട്ടുള്ള ടീ കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കേക്ക് എന്ന് പറയുന്നത് ഓവൻ ഇല്ലാത്തവർക്കും ബീറ്റർ ഇല്ലാത്തവർക്കും ഒക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കേക്ക് ടിൻ ഇല്ലാത്തവർക്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് വലിയൊരു കാര്യമൊന്നുമല്ല, ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഇഡ്ഡലി ചെമ്പിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.